വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എലീഹു ജോബിനോട് തുടർന്ന് സംസാരിക്കുന്നു. ദൈവം സ്വതന്ത്രനാണ്. മനുഷ്യന്റെ നീതിയോ പാപമോ അവനെ ബാധിക്കുന്നില്ല. ജോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നുവെന്ന് എലീഹു ആരോപിക്കുന്നു. അതിനാൽ ജോബിന് കൂടുതൽ പരീക്ഷണം വേണ്ടതാണെന്ന് പറയുന്നു. എലീഹു ജോബിന്റെ എല്ലാ വാദങ്ങൾക്കും മറുപടി നൽകുന്നു. ജോബ് ദൈവം തന്റെ നീതിക്ക് മറുപടി നൽകുന്നില്ലെന്ന് പരാതിപ്പെടുമ്പോൾ എലീഹു അതിനെ തിരുത്തുന്നു. ദൈവത്തിന്റെ മഹത്വവും മനുഷ്യന്റെ നിലനിൽപ്പും തമ്മിലുള്ള വ്യത്യാസം എലീഹു ഇവിടെ വ്യക്തമാക്കുന്നു. നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്കെതിരായി നീ എന്തു നേടി? നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടത്തെ ബാധിക്കുമോ? നീ നീതിമാനാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു? ജോബ് 35-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അതായത് മനുഷ്യന്റെ നീതി ദൈവത്തെ ബാധിക്കുന്നില്ല. നീതിയുള്ളവനായാലും പാപിയായാലും ദൈവത്തിന്റെ മഹത്വത്തിൽ മാറ്റമുണ്ടാകില്ല. ദൈവം മനുഷ്യന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അവൻ സ്വതന്ത്രനാണ്. ദൈവം മൗനമാകുന്നത് പരീക്ഷയല്ല. ദൈവം ചിലപ്പോൾ മനുഷ്യന്റെ നിലവിളികൾക്ക് ഉടൻ മറുപടി നൽകില്ല. അതിന്റെ അർത്ഥം ദൈവം മടി കാണിക്കുന്നു എന്നതല്ല, മറിച്ച് അവന്റെ സമയവും ഉദ്ദേശ്യവും വ്യത്യസ്തമാണ്. ആത്മവിശ്വാസമല്ല വിനയം എന്നും ദൈവത്തോട് ചോദ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ വിനയത്തോടെ സമീപിക്കണമെന്നും അഹങ്കാരപരമായ നിലപാടുകൾ ദൈവം അംഗീകരിക്കില്ല എന്നും എലീഹു ജോബിനെ ഓർമ്മിപ്പിക്കുന്നു. എലീഹു ദൈവത്തിന്റെ മഹത്വം, നീതിയും കരുണയും വിശദീകരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ശിക്ഷയും കരുണയും തമ്മിലുള്ള സമതുലിതത്വം കാണിക്കുന്നു. ദൈവം മനുഷ്യരെ ശിക്ഷിക്കുന്നത് അവരെ തിരുത്താനാണ്, ശാശ്വതമായി തള്ളാനല്ല. അതുകൊണ്ട് ദുഃഖം പോലും ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. ഇത് ആത്മീയ വളർച്ചയ്ക്ക് അവസരമാക്കണമെന്ന സന്ദേശമാണ് എലീഹുവിലൂടെ നാം കാണുന്നത്. ദൈവം മഹത്വവാനാണ്. അവന്റെ പ്രവർത്തികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. എലീഹു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും പ്രകൃതിയിലൂടെയും മനുഷ്യ ജീവിതത്തിലൂടെയും പ്രകടമാകുന്നതായി പറയുന്നു. ദൈവം നീതിമാനായവനാണ്. അവൻ ദുഷ്ടരെ ശിക്ഷിക്കുകയും നീതിമാന്മാരെ ഉയർത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.